തന്നിൽ നിന്ന് വിവാഹമോചനം നേടിയ അതേ വ്യക്തിയോടൊപ്പം, അതായത് തൻ്റെ മുൻ ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതിന് വീണ്ടും വിവാഹം കഴിക്കേണ്ടതുണ്ടോ? നിയമസാധുത എങ്ങനെയാണ്? പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുമായി കണക്ട് ചെയ്ത മറ്റൊരു ചോദ്യമാണ്, ഒരു മുസ്ലിമായ വ്യക്തിയുടെ വിവാഹമോചന ശേഷം അതേ വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കണമെങ്കിൽ സാധാരണ നടപടിക്രമങ്ങൾ തന്നെയാണോ ഉള്ളത്? പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ രണ്ട് വിഷയങ്ങളും വിശദമാക്കുമ്പോൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, വിവാഹമോചനം ഫൈനലാകുന്നതിന് മുമ്പുള്ള ഏത് സ്റ്റേജിൽ വെച്ചും ഇരു കക്ഷികൾക്കും ഒരുമിക്കുവാനുള്ള അവസരമുണ്ട്. ഉദാഹരണമായി, കുടുംബ കോടതിയിൽ നിന്ന് വിവാഹമോചനം അനുവദിച്ചു. എന്നാൽ തുടർന്നുള്ള അപ്പീൽ പീരീഡിലാണ് ഒന്നിക്കുന്നത് നന്നായിരിക്കും എന്ന ബോധ്യം വന്നത്. ആ സമയത്തും ഒന്നിക്കാൻ കഴിയുന്നതേയുള്ളൂ. അവസാന അപ്പീലിലും വിധിയാകുന്നത് വരെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. എന്നാൽ കോടതി ഉത്തരവ് ഫൈനലായി, രണ്ടുപേരും രണ്ടായി. വേറിട്ട് താമസിക്കുന്നതിനിടയിൽ ബോധ്യപ്പെടുകയാണ്, എനിക്കിനി ആര് കൂടെയുണ്ടായാലും എൻ്റെ മുൻ ഭർത്താവിനോളം അല്ലെങ്കിൽ മുൻ ഭാര്യയോളം ഒരിക്കലും മറ്റൊരാൾക്ക് ആകാൻ കഴിയില്ല. ഒരു തോന്നലിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്ത തീരുമാനം വേണ്ടായിരുന്നു ഈ വേർപെടൽ. ഇത്തരത്തിൽ ചിന്തകൾ അലട്ടുന്ന നിരവധി വിവാഹമോചിതരുണ്ട്. മ്യൂച്വൽ ഡിവോഴ്സിന് ശേഷമാണ് അധികവും ഇത്തരം ചിന്തകൾ ഉണ്ടാകാറുള്ളത്. കേസ് പരിഗണിക്കുമ്പോൾ കൂളിംഗ് പീരീഡ് പോലും ഒഴിവാക്കി എത്രയും പെട്ടെന്ന് വേർപെടുത്തി തരണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നു. വിധി സമ്പാദിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ തോന്നലുണ്ടാകും, വേണ്ടായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞു പോയില്ലേ. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞതാണ്, വയ്യ സാറേ, ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും. പിരിയുന്നത് വരെ രണ്ടിടങ്ങളിലാണെങ്കിലും കൂടെയുള്ളത് കൊണ്ട് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എൻ്റേതല്ല, എനിക്കിനി യാതൊരു അവകാശവുമില്ല. മ്യൂച്വൽ ആയതുകൊണ്ട് വളരെ പെട്ടെന്നായിരുന്നു. ഓരോ കൗൺസിലിംഗ് കഴിയുമ്പോഴും എന്തിനാണ് ഇത്രനാൾ ഇങ്ങനെ കോടതി ഇട്ടിഴയ്ക്കുന്നതെന്ന് പരാതിപ്പെട്ടു. ഇപ്പോൾ ശ്വാസം മുട്ടുന്നു. വേറൊരു ബന്ധമെടുത്താൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ മുൻ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ വ്യക്തിയെ തന്നെ വിവാഹം ചെയ്യാവുന്നതാണ്. മുൻപ് നടന്ന വിവാഹം കോടതി വഴി വേർപെടുത്തിയതിനാൽ വീണ്ടും വിവാഹിതരാകേണ്ടതുണ്ട്. അത് മതപരമായോ രജിസ്റ്റർ വിവാഹമായോ നടത്താവുന്നതാണ്. നിയമസാധുത ലഭിക്കുന്നതിന് ഒരേ ഭാര്യാഭർത്താക്കന്മാരാണെങ്കിലും രണ്ടാമത് വിവാഹിതരാകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ലിവിംഗ് ടുഗദർ റിലേഷന് തുല്യമായിരിക്കും. രണ്ടാമത്തെ വിഷയം, മുസ്ലിം വ്യക്തി നിയമമനുസരിച്ച് വിവാഹമോചനത്തിന് പുരുഷന് തലാഖും സ്ത്രീക്ക് ഖുലായും നടത്താവുന്നതാണ്. യോജിച്ചാണ് ബന്ധം വേർപെടുത്തുന്നതെങ്കിൽ മുബാറത്ത് എന്നാണ് പറയുന്നത്. ഏത് രീതിയിൽ വിവാഹബന്ധം വേർപെടുത്തിയാലും സ്ത്രീയുടെ ഇദ്ദ പീരീഡ് കഴിയുന്നതോടുകൂടി വിവാഹമോചനം പൂർണ്ണമാകുന്നു. മുസ്ലിം നിയമമനുസരിച്ച് പിന്നീട് അതേ സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ആ സ്ത്രീയെ മറ്റൊരു പുരുഷൻ വിവാഹം കഴിക്കേണ്ടതും വൈവാഹിക ബന്ധം നിലനിന്നതിന് ശേഷം ബന്ധം വേർപെടുത്തി വീണ്ടും ആദ്യ ഭർത്താവിന് വിവാഹം കഴിക്കാവുന്നതുമാണ്. മനസ്സിലാക്കേണ്ട വിഷയം, മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹബന്ധം വേർപെടുത്തുന്നതിന് കോടതിയുടെ ഇടപെടൽ പരിമിതമാണ്. വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹമോചനം വളരെ വേഗം സമ്പാദിക്കാൻ കഴിയുന്നു. എന്നാൽ അതേ സ്ത്രീയെ തന്നെ വീണ്ടും വിവാഹം ചെയ്യുന്നതിനുള്ള കടമ്പ അത്ര ലളിതവുമല്ല. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.